നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കോൺഗ്രസിന്റെ നേതാവായ അജയ് മാക്കാൻ നേരത്തെ തന്നെ പാർലമെന്റിൽ, രാജ്യസഭയിൽ BJPയുടെ പണം എങ്ങനെയാണ് ഇങ്ങനെയധികം വർദ്ധിച്ചു വരുന്നത്, അതായത് കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് BJPയുടെ ധനസമാഹരണം 300 കോടിയിൽ നിന്നും 10 ഇരട്ടിയായി, അതായത് 3000 കോടിയിലേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദീകരണം നടത്തുകയായിരുന്നു അദ്ദേഹം. നേരത്തെ തന്നെ സുപ്രീം കോടതി വിലക്കിയതാണ് ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള ധനസമാഹരണം. പിന്നെ എങ്ങനെയാണ് BJP ഇത്രയധികം പണം സ്വരൂപിച്ചത്? കോൺഗ്രസിന്റെ പണം പല തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിച്ച് ക്രമാതീതമായി കുറയുന്ന സാഹചര്യമാണ് കണ്ടത്. ദേശീയ തലത്തിൽ BJPയുടെ പണം കോൺഗ്രസിനേക്കാൾ 100 ഇരട്ടിയിലധികമായി വർദ്ധിച്ചു വന്നതിൻ്റെ ഗുട്ടൻസ് എന്താണ് എന്നുള്ളത് ഉദാഹരണ സഹിതം പറയുമ്പോഴാണ് ഈ രാജ്യത്ത് സ്മൃതി ഇറാനി നേരത്തെ തൊടുത്തു വെച്ച ഒരു കൃത്യമായിട്ടുള്ള അവരുടെ വീക്ഷണം ഇപ്പോൾ പുറം ലോകം മനസ്സിലാക്കുന്നത്. സ്മൃതി ഇറാനി പറഞ്ഞതാണ്, ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ തകർച്ചയിലേക്ക് പോകുന്നതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. അതൊരു തരം ഗീർവാണം പോലെ പറഞ്ഞതാണ്. ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട് എന്ന് നിതിൻ ഗഡ്കരിയും പലതവണയായി പറഞ്ഞു. റോഡ് നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. BJPയുടെ തെരഞ്ഞെടുപ്പ് വികസന ഫണ്ട് ഉപയോഗിച്ചായിരുന്നാലും ഞങ്ങൾക്കത് നിർമ്മിക്കാൻ കഴിയും. അതായത് സർക്കാരിൻ്റെ ഖജനാവിലുള്ള പണത്തിൻ്റെ എത്രയോ ഇരട്ടി BJPയുടെ കൈവശമുണ്ട് എന്ന് ഗഡ്കരി തന്നെ വാചാലനായിട്ടുള്ള സാഹചര്യമുണ്ട്. ഇപ്പോഴിതാ അധികാരം ഓരോന്നായി പിടിച്ചെടുക്കാൻ ഓരോ സംസ്ഥാനങ്ങളിലും BJP പയറ്റുന്നത് അതേ നടപടിക്രമമാണെങ്കിൽ അതിനെതിരെയുള്ള വ്യക്തമായ അന്വേഷണം വേണം എന്ന ഉത്തരവുമായി സുപ്രീം കോടതി വരികയാണ്. ഇനി ചീഫ് ജസ്റ്റിസിന് ഒരുപക്ഷെ അദ്ദേഹത്തിന് അടിയന്തരമായി പടിയിറക്കം വേണ്ടി വരുന്ന രീതിയിലേക്ക് BJP വലിയ രീതിയിലുള്ള ഇടപെടലൊക്കെ നടത്തും. പുതിയ ചീഫ് ജസ്റ്റിസിനെ കൊണ്ടുവരാനും സാധ്യതയുണ്ട്. അതായത് ജുഡീഷ്യറിയെ വരെ നിയന്ത്രിക്കുന്ന രീതിയിലാണല്ലോ നരേന്ദ്രമോദിയും അമിത്ഷായും ഇപ്പോൾ അവരുടെ സർക്കാരുമായി മുന്നോട്ട് പോകുന്നത്. ആ നിലയ്ക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ജുഡീഷ്യറിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അതായത് അവരുടെ സർക്കാരിന് ഹേമം തട്ടുന്ന എന്തെങ്കിലും ഒരു നീക്കം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ അതിന് തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. 3000-ലേറെ കോടിയുടെ ആസ്തി മാത്രമല്ല BJPക്ക് ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. പല നേതാക്കളുടെ വീട്ടിലേക്കും EDയെയും വിജിലൻസിനെയും കൊണ്ട് റെയ്ഡ് ചെയ്യിക്കുന്നുണ്ട്. പല ഇടത്തരം വ്യാവസായികളെയും ആത്മഹത്യയുടെ വക്കിലേക്ക് തള്ളിവിടുന്നുണ്ട്. അതിനകത്ത് കൃത്യമായി നമുക്കറിയാം, ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള വ്യവസായിയായ ഡോക്ടർ റോയുടെ മരണം അതിലൊന്ന് മാത്രമാണ്. ഇത്തരത്തിലുള്ള പല സംഭവ വികാസങ്ങളും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ BJPയുടെ ഖജനാവിലേക്ക് ഒഴുകി വരുന്ന ശതകോടികൾ, അതിനെക്കുറിച്ചുള്ള കൃത്യമായ മോണിറ്ററിംഗ് എന്തുകൊണ്ട് നടത്തുന്നില്ല എന്ന സുപ്രീം കോടതിയുടെ ചോദ്യം പ്രസക്തമായി തന്നെ മാറിയിരിക്കുന്നു. സുപ്രീം കോടതി അതിനൊരു ഫൈനൽ ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ ഈ രാജ്യത്ത് പലതും സംഭവിക്കും.